ഹലോ, ഞാനിപ്പോൾ ഉള്ളത് കടലുണ്ടിയാണ്. നമ്മുടെ വാവുത്സവത്തിന് വന്നിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ദീപാവലി ദിനത്തിനും അതേപോലെ തന്നെ വാവുത്സവത്തിനും 2 ദിവസം നമ്മൾ വരാറുണ്ട്. കാരണം ദീപാവലി ദിവസത്തിൽ നമ്മൾ രാത്രിയാണ് വരിക, അപ്പോൾ വേറെ രസമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇന്നലെ നല്ല ഇടിയും മഴയൊക്കെ ആയിട്ട് മിന്നലൊക്കെ ഭയങ്കര കാലാവസ്ഥയായിരുന്നു, ഭയങ്കര മോശമായിരുന്നു കേട്ടോ കാലാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദീപാവലി ദിനത്തിൽ വരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് വാവുത്സവത്തിന് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ദേവി പുറപ്പെടാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ്. ദേവിനെ എടുക്കാൻ ഇങ്ങനെ ആളുകൾ കയറുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ദേവിയും ജാതവനും ഒക്കെയാണ് കേട്ടോ ഇതാ ഈ പോകുന്നത്. ഇതൊരു അമ്മയുടെയും മകൻ്റെയും കഥയാണ് കേട്ടോ. ഒരുപാട് ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമ്മളിവിടേക്കൊക്കെ പറയും പേടിയാട്ടമ്മ തുറക്കാനും കളിയാട്ടക്കാവിലമ്മ അടയ്ക്കാനെന്ന്. എന്ന് വെച്ചാൽ വാവുത്സവത്തിന് നമ്മുടെ പേടിയാട്ട ഈ ഉത്സവത്തിന് നമ്മുടെ ഉത്സവകാലം ആരംഭിക്കുകയാണ് കേട്ടോ. അതേപോലെ കളിയാട്ടക്കാവിൽ ഉത്സവത്തോടു കൂടി നമ്മുടെ കോഴിക്കളിയാട്ടത്തോടു കൂടി നമ്മുടെ ഉത്സവങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ കാത്തിരുന്ന് നമുക്ക് ഈ ഒരു വാവുത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള എല്ലാ അമ്പലത്തിലും ഇങ്ങനെ വരിക്ക് ഉത്സവമാട്ടം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങൾ കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് കറക്റ്റായിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേവിക്ക് ഇവിടേക്ക് പ്രധാനമായിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത് താലിയാണ്. അപ്പോൾ താലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവീനെ രാവിലെ നമ്മൾ 4 മണി ആ ഒരു പുലർച്ചെ സമയത്ത് ദേവീനെ കടലിലേക്ക് കുളിപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അതായത് ദേവി കുളിക്കാനായിട്ട് പോയിരുന്ന ആ ഒരു കടവ് എന്നുള്ളതിലാണ് കൊണ്ടുപോകണേ. അപ്പോൾ ദേവി കുളിക്കാൻ പോകുന്ന സമയത്ത് ദേവിയുടെ കയ്യിൽ നിന്ന് താലി കളഞ്ഞു പോകുന്നതായിട്ടും അവിടെ കടലിൽ തപ്പിയിട്ട് കിട്ടാത്ത ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനായിട്ടാണ് ദേവിക്ക് നമ്മൾ താലി സമർപ്പിക്കുന്നത്. അതായത് ദേവിക്ക് താലി നമ്മൾ വഴിപാട് കൊടുക്കണേ കേട്ടോ. അതേപോലെ ദേവീനെ കുളിപ്പിക്കാൻ പോണ സമയത്ത് നമ്മൾ പാലൊടുക്കും കടലിൽ. അതേപോലെ ഓരോ വഴിപാട് നമ്മൾ ഓരോന്ന് മനസ്സിൽ കരുതിയിട്ട് ചെയ്യണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എൻ്റെ അമ്മമ്മയൊക്കെ പണ്ട്, അതായത് അമ്മയുടെ അമ്മയൊക്കെ പണ്ട് ചെയ്യണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദേവിയാണ്. അതുപോലെ ജാതവൻ ഇതിനകത്ത് കൃത്യമായിട്ട് കറക്റ്റായിട്ട് ഫേസ് കാണുന്നില്ല കേട്ടോ. ആൾ കുതിരപ്പുറത്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. വർഷത്തിലൊരിക്കൽ അമ്മയും മകനും തമ്മിൽ കാണുന്നൊരു ദിവസമാണ് കേട്ടോ അത്. അതേപോലെ തന്നെ ദേവീനെ നമുക്ക് ഈ ഒരു ദിവസത്തിൽ മാത്രം കേട്ടോ കാണാനായിട്ട് പറ്റുക. എന്തായാലും 2 പേരുടെയും ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഇവിടുത്തെ ഐതിഹ്യം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക, അറിയാൻ താല്പര്യമുള്ളവർ ചോദിക്കുക. ഞാൻ മുതിർന്നവരെടുത്ത് ചോദിച്ചിട്ട് പറയാം.